നിങ്ങളുടെ ജോലിയാവാൻ നിങ്ങളുടെ ഉദ്ധാരണക്കുറവിന്റെ കാരണം. ഞാൻ ഈ പറയുന്ന 6 വിഭാഗം ജോലിക്കാര് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അവർക്ക് ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം വരാവുന്നതാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? സ്ട്രെസ് വളരെ അധികം കൂടുതലാണ് ഈ ജോലിയിൽ. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നു. ഇത് കൂടിയാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയാം. നമുക്ക് ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നവും കാര്യവും വരാം. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ജോലി എന്ന് പറയുന്നത് പോലീസ്, മിലിറ്ററി പോലുള്ള ആളുകളാണ്. രണ്ടാമതായിട്ടുള്ളത് മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഡോക്ടേഴ്സ്, നഴ്സ് പോലുള്ള ആളുകൾ, കോർപ്പറേറ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം ബാങ്കിങ് ജോലി അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി എടുക്കുന്ന ആളുകൾ. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മളെ കൊല്ലുമെന്നുള്ള പഠനം തന്നെ നമുക്കറിയാം. ഏറ്റവും അവസാനമായിട്ടുള്ളത് ലോറി ഡ്രൈവേഴ്സ് അതല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ് ആണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് മാത്രമുള്ള ജോലിയാണ്. അത് സർക്കുലേഷനെ കുറക്കാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നല്ല എക്സസൈസും നല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഇത് വരാതെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്തോളൂ.